നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. സലാറിന് സലാം. മാസ് ആക്ഷൻ സിനിമകളുടെ ആരാധകരുടെ മനം നിറയ്ക്കുന്ന തിയേറ്റർ അനുഭവമാണ് സലാർ. റിബൽ സ്റ്റാർ പ്രഭാസിന്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്ന തെലുങ്ക് ആസ്വാദകരുടെ മനം നിറയ്ക്കുന്ന സിനിമ. അഭിനയത്തിൽ പ്രഭാസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് നിറഞ്ഞു നിൽക്കുന്ന സിനിമ. അതിർത്തികൾ മാറ്റിവരച്ച് സിനിമാ ലോകത്ത് തന്റെ സാമ്രാജ്യം തീർക്കാനിറങ്ങിയ പൃഥ്വിരാജിന്റെ പ്രകടനത്തിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. പൃഥ്വി പ്രഭാസ് കെമിസ്ട്രി കൃത്യമായി വെള്ളിത്തിരയിൽ വർക്കാവുന്നുണ്ട് എന്നതുകൊണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാം. ലോജിക്ക് 3 മടക്കി പോക്കറ്റിലിട്ട് തെലുങ്ക് കന്നഡ സിനിമകളുടെ കഥയും പശ്ചാത്തലവും ആക്ഷൻ ശൈലിയും കാണാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് കാശ് മുതലാവുന്ന സിനിമയാണ് സലാർ. KGFനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പഞ്ച് ഡയലോഗുകളുടെ പൂരം, അടിമുടി തീപ്പൊരി പറക്കുന്ന സിനിമാറ്റോഗ്രാഫി, ഒന്നൊന്നര ഗ്രാഫിക്സ്, നെഞ്ചിടിപ്പേറ്റുന്ന BGM, കരിമ്പൻകാട്ടിൽ ആന ഇറങ്ങിയതുപോലുള്ള പ്രഭാസിന്റെ ഇടിവെട്ട് ആക്ഷൻ വെള്ളിത്തിരയെ ചോരയിലും തീയിലും മുക്കിയെടുക്കുന്നു. 1000 വർഷമായി പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഗാൻസാർ എന്ന സാങ്കല്പിക നഗരത്തിലാണ് കഥ നടക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച ഇടം. കുറ്റകൃത്യങ്ങളിലൂടെ പണം കുമിഞ്ഞുകൂടിയ ഗാൻസാറിനെ അടക്കി വാഴുന്ന 3 ഗോത്രങ്ങൾ. അധികാരത്തിനായി അവരുടെ പോരാട്ടങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു ഗോത്രം. ഇത്രയുമാണ് സലാറിന്റെ പശ്ചാത്തലം. 1985 മുതൽ 2017 വരെയുള്ള കഥയാണ് ചിത്രം പറയുന്നത്. സിനിമ കാണുമ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാവകാശം കിട്ടിയെന്ന് വരില്ല. തനിക്ക് അവകാശപ്പെട്ട സിംഹാസനം തന്റെ സ്നേഹിതന് നേടിക്കൊടുക്കാൻ ആയുധം കയ്യിലേന്തി പോരിനിറങ്ങുന്ന തന്റെ ഉറ്റ സ്നേഹിതൻ. മകന്റെ കയ്യിലേക്ക് ആയുധം വരുന്നതിനെ ഭയക്കുന്ന ഒരമ്മ. ആ സ്നേഹത്തിനു വേണ്ടി 25 വർഷം നിശബ്ദയായിരുന്ന അവൻ തൻ്റെ ഉറ്റ സുഹൃത്തിനു വേണ്ടി ജന്മനാട്ടിലേക്ക് തിരികെ വരികയാണ്. ഞങ്ങളുടെ രക്തത്തിലുണ്ട് വയലൻസ് എന്ന് പ്രഖ്യാപിക്കുന്ന രാജമന്നാറാണ് ആ നഗരത്തിൻ്റെ അധിപൻ. അയാളുടെ രക്തത്തിൽ പിറന്ന ഭരതരാജമന്നാർ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ്. തൻ്റെ സുഹൃത്തായ ദേവയുടെ കുടുംബം രക്ഷിക്കാൻ തനിക്ക് അവകാശപ്പെട്ട പ്രദേശത്തിൻ്റെ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറായവനാണ് ഭരതൻ. എപ്പോൾ വിളിച്ചാലും സഹായത്തിന് വേട്ടക്കാരനായോ വേട്ടമൃഗമായോ താൻ തിരികെ വരുമെന്ന് വാക്കുകൊടുത്ത് നാടുവിടുകയാണ് ദേവയും അമ്മയും. ആ നാട്ടിലെ നിയമസംഹിത പ്രകാരം പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിച്ച 9 ദിവസം. ആ 9 ദിവസം ഭരതന്റെയും ദേവിയുടെയും ജീവിതം എങ്ങനെ മാറിമറിഞ്ഞുവെന്നാണ് സലാർ 1-ാം ഭാഗത്തിൽ പറയുന്നത്. അതേസമയം ഈ അവധിക്കാലത്ത് അടിച്ചുപൊളിച്ച് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ സലാർ ഗംഭീര തിയേറ്റർ അനുഭവമാണ് നൽകുന്നത്.